ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസ് വരെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിങ്ങിന് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒരു കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സും അതേപോലെ ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. First we discuss methods of costing. Okay, methods of costing. Methods of costing, it simply means the method of finding cost. നമ്മുടെ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളാണെന്ത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് സിംപ്ലി പറഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. അത് അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, 8ഓളം കോസ്റ്റിംഗ് മെത്തേഡ്സാണ് നമുക്കുള്ളത്. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സിംഗിൾ കോസ്റ്റിംഗ് ആണ്, സിംഗിൾ കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആൻഡ് ഓപ്പറേഷണൽ കോസ്റ്റിംഗ് ആൻഡ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഇങ്ങനെ 8ഓളം കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. ഇതിൽ നമ്മൾ ഓരോ കോസ്റ്റിംഗ് മെത്തേഡ്സിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, ജോബ് കോസ്റ്റിംഗ്. ഓക്കെ, ജോബ് കോസ്റ്റിംഗ് എന്താ നോക്കാം. Under job costing, costs are collected and accumulated for each job separately. Okay, each job separately. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റിംഗ് കണ്ടുപിടിക്കുന്നത്? ഓരോ ജോബിനെ എടുത്തിട്ട്, ഇപ്പോൾ ജോബ് 1 ഉണ്ട്, ജോബ് 2 ഉണ്ട്, അങ്ങനെ കുറേ ജോബ് ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്തിട്ട് ഓരോന്നിൻ്റെയും കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഈച്ച് ജോബിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നു, അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ പ്രിൻറ്റിംഗ് വർക്ക്സ്, റിപ്പയർ ഷോപ്സ്, ഫർണിച്ചർ മേക്കിംഗ് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡ് എന്തിനൊക്കെയാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? പ്രിൻറ്റിംഗ് വർക്ക്സ്, റിപ്പയർ ഷോപ്പുകൾ, ഫർണിച്ചർ മേക്കേഴ്സ്, ഷിപ്പ് ബിൽഡിങ്, ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇതാണ് ജോബ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് വൺ ഇസ് ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് ആണ് നെക്സ്റ്റ്. ഇറ്റ് ഈസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഇതും എന്താണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ ജോബ് കോസ്റ്റിംഗ് തന്നെയാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫാക്ടറീസ് വേർ ദ ആർട്ടിക്കിൾസ് ആർ മാനുഫാക്ചർ ഇൻ എ ഡിഫിനിറ്റ് ബാച്ചസ്. നമുക്കറിയാം, നമ്മുടെ ഫാക്ടറീസ് പോലുള്ള സ്ഥലങ്ങളിൽ എന്താണ്, ചില പ്രൊഡക്റ്റുകൾ എന്താണ് ബാച്ചായിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് സ്പെയർ പാർട്സ് ഇൻ മാനുഫാക്ചറിങ് ഏരിയാസിൽ, അതേപോലെ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്, പിന്നെ പാക്ക്ഡ് ഫുഡ്സ്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കി നെക്സ്റ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുക, അങ്ങനെയല്ലല്ലോ. നമ്മളെന്താണ്, ഓരോ ബാച്ചുകളായിട്ട് ഇത്ര നമ്പർ അങ്ങനെ ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബാച്ചസ് പ്രൊഡ്യൂസിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 കോസ്റ്റിംഗ് ആണ്, ജോബ് കോസ്റ്റിംഗ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ്. നെക്സ്റ്റ് കോസ്റ്റിംഗ് ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് സിമിലർ ടു ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് പോലെ തന്നെയാണ് എന്ത്, കോൺട്രാക്ട് കോസ്റ്റിങ്ങും. കാരണം കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ബിഗ് ജോബ്. അതായത് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലോങ് ടേമിലേക്കുള്ളതായിരിക്കും. അതായത് ലോങ് ടേം ആയിരിക്കും, നോട്ട് എ ഷോർട്ട് ടേമിലേക്കുള്ളതായിരിക്കില്ല, ലോങ് ടേമിലേക്കുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്ട് ബേസ്ഡിലായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ലോങ് ടൈം എടുക്കും. അറിയാലോ, എന്നാണ് നമുക്ക് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് കുറച്ച് കാലങ്ങളത്തേക്കുള്ളതായിരിക്കും കോൺട്രാക്റ്റ്. അതുകൊണ്ട് ആ കാലം കുറച്ച് ലോങ് ആയിരിക്കും. അത്രയും ടൈം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനെടുക്കും. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക ഇവിടെ, കോസ്റ്റ് ആർ കളക്റ്റഡ്, അക്യുമുലേറ്റഡ് ആൻഡ് അസർട്ടൈൻഡ് ഫോർ ഈച്ച് കോൺട്രാക്ട് സെപ്പറേറ്റ്ലി. ഇപ്പോൾ നമ്മൾ എത്രത്തോളം കോൺട്രാക്റ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ എന്ത് ചെയ്യുകയാണ്, കോസ്റ്റ് കളക്ട് ചെയ്യലും അക്യുമുലേറ്റ് ചെയ്യലും അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യലൊക്കെ എന്താണ്, സെപ്പറേറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഓക്കെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതേപോലെ റോഡ് കൺസ്ട്രക്ഷൻ,
നെക്സ്റ്റ് ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, ഡാം കൺസ്ട്രക്ഷൻ, ഇങ്ങനെ കുറേ കോൺട്രാക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൊത്തം അല്ല എടുക്കുക, ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് വേറെ എടുക്കും. അതേപോലെ ബ്രിഡ്ജിൻ്റെ കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റ് വേറെ നോക്കും, ഡാമിൻ്റെത് വേറെ നോക്കും, അതേപോലെ റോഡിൻ്റെത് വേറെ നോക്കും. ഇങ്ങനെ ഓരോ കോൺട്രാക്റ്റിൻ്റെയും കോസ്റ്റ് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പം 3 കോസ്റ്റിംഗ് ആണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റിംഗ് ഇസ് എ പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, പ്രോസസ് കോസ്റ്റിംഗ്. ഇഫ് ദ പ്രോഡക്റ്റ് passes through different stages, it is used for ascertaining the cost of each stage. നമുക്കറിയാം, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മളത് ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടുന്നതെന്ന് അറിയാമല്ലോ. അപ്പം ഈ ഒരു പ്രോസസ്സിൽ പല തരത്തിലുള്ള സ്റ്റേജ് ഉണ്ടാവും. ഇപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് എന്തായിക്കോട്ടെ, പ്രൊഡ്യൂസ് ചെയ്യുകയായിക്കോട്ടെ, അതിൻ്റെ റോ മെറ്റീരിയൽ മേടിക്കുന്നത് മുതൽ അത് നമ്മുടെ കയ്യിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി എത്തുന്നത് വരെ ഡിഫറെൻറ്റ് സ്റ്റേജുകളിലൂടെ കടന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ പ്രൊഡക്റ്റ് ഫിനിഷ് ആവുന്നത് വരെയുള്ള ഓരോ പ്രോസസ്സിങ്ങിലും നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നോക്കുക, the finished product of one process is the raw material of the subsequent product. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ, അതായത് പ്രോസസ്സ് സെക്കൻഡിൻ്റെ ഇൻപുട്ടായിട്ടാണ് പറയാറ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലം തന്നെ ചെയ്ത് പഠിക്കാനുണ്ട്, അത് നമ്മൾ അപ്പം നോക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ടാണ് നമുക്കെന്ത് പറയാം, ഇതിനെ പറയാം. ഫോർ എക്സാമ്പിളായിട്ട് എന്തിനൊക്കെയാണ് പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് കോസ്റ്റിംഗ് സിംഗിൾ കോസ്റ്റിംഗ്. സിംഗിൾ കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാത്രമോ ആ ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ, അതായത് ആ കമ്പനി ആകെ ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഏരിയാസിലാണ് സിംഗിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. നോക്കാം, കോസ്റ്റ് ഇസ് യൂസ്ഡ് വെൻ എ കമ്പനി പ്രൊഡ്യൂസ് ഓൺലി വൺ പ്രൊഡക്റ്റ്. ഓക്കെ, ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള മൈൻസ്, ക്വറീസ്, സിമെൻറ്റ്സ് വർക്ക്സ്, സ്റ്റീൽ വർക്കുകൾ, ഇവരൊക്കെയാണ് നമ്മൾ സിംഗിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഇസ് ഓൾസോ നോൺ ആസ് സർവീസ് കോസ്റ്റിംഗ്. അതായത് ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസ് അവർ സർവീസിൽ എൻഗേജ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കുക, റെയിൽവേ ഫെസിലിറ്റി, എയർവേ, ഇങ്ങനെയുള്ള സർവീസും ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഇറ്റ്സ് നോട്ട് എൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഇറ്റ്സ് എൻ ഓപ്പറേഷൻ കോസ്റ്റിംഗ്. എന്താ നോക്കാം, എ മാനുഫാക്ചറിങ് പ്രോസസ് മേ സംടൈംസ് ബി സബ്ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് പാർട്സ്. ഈച്ച് പാർട്ട് ഇസ് നോൺ ആസ് ഓപ്പറേഷൻ. അതായത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ചിലപ്പോൾ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യും, സബ്ഡിവൈഡ് ചെയ്യും. അങ്ങനെ സബ്ഡിവൈഡ് ചെയ്യുന്ന ഓരോ പാർട്ടിനെയുമാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഇതിൽ തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ അൽമിറ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഓപ്പറേഷൻസ് സച്ച് ആസ് കട്ടിങ് എ സ്റ്റീൽ ഷീറ്റ്, വെൽഡിങ് എ ബോഡി, വെൽഡിങ് എ കമ്പാർട്ട്മെൻറ്റ്സ്, ഫിക്സിങ് ദ ഡോർ, ഹാൻഡിൽ ആൻഡ് പോളിഷിങ്. ഇങ്ങനെ, അതായത് ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു ഒരു സ്റ്റീൽ അൽമിറ ഉണ്ടാക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കബോർഡ് ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സബ്ഡിവൈഡ് ചെയ്യണം. അതിലെന്തൊക്കെ ഉണ്ടാവും, നമുക്ക് സ്റ്റീൽ ആയതുകൊണ്ട് അതിൽ സ്റ്റീൽ ഷീറ്റ് കട്ട് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, അത് വെൽഡ് ചെയ്യണം, അതിൻ്റെ ബോഡീസ് തമ്മിൽ വെൽഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ് വെൽഡ് ചെയ്യണം. പിന്നെ അതിനൊരു ഡോർ ഫിക്സ് ചെയ്യണം. പിന്നെ ഹാൻഡ്ലിങ്, പോളിഷിങ്, ഇങ്ങനെയായിട്ട് പല പ്രോസസ്സാണ്, അല്ലെങ്കിൽ പല ഓപ്പറേഷൻസ് ആയിട്ട് ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഓരോന്നിൻ്റെയും കോസ്റ്റ് മൊത്തമായിട്ടെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് വെൻ 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആർ അപ്ലൈഡ് ഇൻ റെസ്പെക്ട്സ് ഓഫ് സം പ്രൊഡക്റ്റ്. ചില പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കോമ്പോസിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാണ്. അതായത് ഒന്നിൽ കൂടുതൽ കോസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുക. ഇവിടെ ബൈസിക്കിൾ മാനുഫാക്ചറിങ്ങിൻ്റെ കേസിലൊക്കെ നമ്മൾ എന്താണ്, ബാച്ച് കോസ്റ്റിങ്ങും ഓപ്പറേഷണൽ കോസ്റ്റിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ പറയുന്നത്. ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഓപ്പറേഷണൽ കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസ് അബൌട്ട് ദി ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. എന്തൊക്കെയാണ് ടെക്നിക്സ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എത്ര തരത്തിലുള്ള ടൈപ്സ് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാം, അതേപോലെ ടെക്നിക്സ് ചോദിച്ചാലും ഇത് തന്നെ എഴുതിയാൽ മതി. എന്താണ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വാരിയബിൾ ആൻഡ് ഫിക്സഡ് ടു പ്രോഡക്റ്റ്, സർവീസ്, ജോബ് ഓർ പ്രോസസ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫുൾ കോസ്റ്റിംഗ്. നമുക്കറിയാം, നമുക്ക് 2 തരത്തിലുള്ള കോസ്റ്റാണ് ഉള്ളത്. സോ വാരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. ഈ 2 കോസ്റ്റിനെയും ഒരു പ്രൊഡക്റ്റിലേക്കോ സർവീസിലേക്കോ ജോബിലേക്കോ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുക. അല്ലെങ്കിൽ എന്താണ്, എല്ലാ കോസ്റ്റിനെയും ബോത്ത് വാരിയബിൾ ആൻഡ് ഫിക്സഡ്, അതിനെ നമ്മൾ മൊത്തമായിട്ട് ഫുൾ കോസ്റ്റിംഗ് എന്ന് കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൺലി വാരിയബിൾ കോസ്റ്റ് ടു പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ എന്താണ്, വാരിയബിൾ കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചാർജ് ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് നോൺ ആസ് വാരിയബിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇസ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ്, ഓൾ വാരിയബിൾ കോസ്റ്റ് ആൻഡ് സം ഫിക്സഡ് കോസ്റ്റ് ടു പ്രൊഡക്റ്റ്, സർവീസ്, ജോബ് എക്സെട്ര. ഇവിടെ നമ്മൾ നോക്കുന്നത് എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ചാർജ് ചെയ്യുന്നുള്ളൂ. ആ ഡയറക്റ്റ് കോസ്റ്റിൽ എല്ലാ വാരിയബിൾ കോസ്റ്റും ഉൾപ്പെടും, അതേപോലെ കുറച്ച് ഫിക്സഡ് കോസ്റ്റുകളുമാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് ആൻഡ് റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദ പീരീഡ് ഇൻ ദിസ് പ്രൈസ്. അതായത് ഇവിടെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡഡ് അല്ല ഡയറക്റ്റ് കോസ്റ്റിങ്ങിൽ. നെക്സ്റ്റ് ഇസ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. Differential costing is a technique of comparing cost of 2 alternatives for the purpose of deciding which alternative is best. ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്, 2 ആൾട്ടർനേറ്റീവ്സ്, നമുക്ക് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഇവിടെ എ ഉണ്ട്, ബി എന്ന് പറഞ്ഞ 2 ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ ഇതിന് 100 രൂപ, അതേപോലെ ഇതിന് 50 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതിന് 100 കോസ്റ്റ്, ഇതിന് 50 കോസ്റ്റ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്നും എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. വിച്ച് കോസ്റ്റ് ഇസ് ബെറ്റ്, ഏതിൻ്റെ ഓൾട്ടർനേറ്റീവാണ് നമുക്ക് സ്യൂട്ടബിൾ, അല്ലെ ഏത് ഓൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അങ്ങനെ നോക്കി നമ്മളൊരു എന്താണ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടെക്നിക് ഇസ് യൂണിഫോം കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് യൂസ് ഓഫ് സെയിം കോസ്റ്റ് പ്രിൻസിപ്പിൾ, practices and methods by several undertaking for common control and comparison of cost. ഇവിടെ നമ്മൾ എന്താണ്, കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾ, സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്രാക്ടീസും മെത്തേഡ്സും ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കോസ്റ്റ് കമ്പാരിസണിന് വേണ്ടിയിട്ടും കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ യൂണിഫോം കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. സിക്സ്ത് ഇസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റിംഗ് ആഫ്റ്റർ ഹാവ് ബീൻ ഇൻവേർഡ്. ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം, ഓക്കെ, ഒരു കാര്യം നമ്മൾ ഇൻവേർഡ് ആയതിനു ശേഷം അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്കൊരു ഒരു കമ്പനി, ആ കമ്പനി ഇപ്പോൾ ഫ്ലഡ് വന്നു. ഓക്കെ, ഫ്ലഡ് വന്നപ്പോൾ ആ കമ്പനിയിൽ എന്താണ്, പല നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇത് നമുക്ക് എന്താണ്, മുൻകൂട്ടി കയ്യിലിരുന്നു, കാരണം പല സംഭവങ്ങൾ സംഭവിച്ചു. അപ്പോൾ അത് ആ ഫ്ലഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഫിനോമിന നടന്നു കഴിഞ്ഞു. അപ്പം അതിന് ശേഷം നമുക്കുണ്ടാവുന്ന കോസ്റ്റ്, കാരണം പിന്നെ നമ്മൾ അതിൻ്റെ റിപ്പയറിങ് ഇതൊക്കെ ഒഴിവാക്കണ്ടേ. അപ്പം ഇതിന് വരുന്ന കോസ്റ്റ്, അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന കോസ്റ്റാണ് എന്ത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്.
സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് എ സിസ്റ്റം ഓഫ് കമ്പയറിങ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് ആക്ച്വൽ കോസ്റ്റിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമുക്കിതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി ഫിക്സ് ചെയ്യുന്ന കോസ്റ്റാണ്. ഒരു 50 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റായിട്ട് വരുന്നത്, നമ്മൾ മുൻകൂട്ടി ഫിക്സ് ചെയ്തു. പക്ഷേ നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആക്ച്വലി കോസ്റ്റ് വന്നത് എത്രയായിരിക്കും? ഒരു 30 റുപ്പീസോ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡിനെയും ആക്ച്വലിനെയും കൂടി കമ്പയർ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വാരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വാരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള റെമഡിയൽ ആക്ഷൻസ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യുക? കണ്ടിന്യൂവലി ഫോളോ ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ ഒരു ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻസ് ടു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഈ ഒരു 3 പാർട്ട് വീഡിയോസായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അതിൽ ജോബ് കോസ്റ്റിംഗ് പലതരത്തിലുള്ള മെത്തേഡ്സ് പറഞ്ഞു, അതേപോലെ ടെക്നിക്സും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യാണ്? കഴിയാണ്. ഓക്കെ, താങ്ക് യു.